ഹലോ എവരിവൺ. ബിഫോർ ദ സൺസെറ്റിന്റെ വിയറ്റ്നാം കാഴ്ചകൾ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് 500 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ചുണ്ണാമ്പ് കല്ലുകൊണ്ട് കടലിൽ രൂപപ്പെട്ട ആ നാച്ചുറൽ വണ്ടർ, കടലിൽ സ്ഥിതി ചെയ്യുന്ന ആ 2000-ഓളം വരുന്ന അത്ഭുത ദ്വീപ് സമൂഹം, അതായത് വിയറ്റ്നാമില് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെന്റർ ആയി പ്രഖ്യാപിച്ചിട്ടുള്ള ഹാലോങ് ബേ. ഈ ഹാലോങ് ബേയും അതിലെ ഒരു സർപ്രൈസിങ് കേവുമാണ് ഇന്ന് നാം എക്സ്പ്ലോർ ചെയ്യുന്നത്. വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ. നമ്മൾ ഈ ഹാലോങ് ബേയിലേക്ക് പോകാനുള്ള ക്രൂയിസ് ഏരിയ ആണ്. ഇവിടുത്തെ ബാംബു ടെർമിനലാണിത്. ഇതിനുള്ളിലും ഈ ബാംബു ടെർമിനലും ഒക്കെ ഭയങ്കര ഓസമാണ്. വളരെ ഗംഭീരമായിട്ട് അവര് മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഇത് ഹാലോങ് ബേയിലേക്കുള്ള ഹാർബറാണ്. ഈ ടെർമിനലിനെ ബാംബു ടെർമിനൽ എന്ന് പറയാൻ കാരണം എന്താണെന്ന് ഇപ്പോൾ പിടികിട്ടിയിരിക്കുമല്ലോ അല്ലേ? ഇതേ ഞങ്ങളുടെ ഗൈഡ് ടിക്കറ്റുമായി എത്തിക്കഴിഞ്ഞു. പോകാൻ സമയമായി, ക്രൂസിൽ കയറാൻ സമയമായി. ഇവിടെ നമുക്ക് ഹാലോങ് ബേയിലെ ഹാർബർ ശരിക്കും കാണാം. ഒത്തിരി ക്രൂയിസസ് ഇവിടെ നമുക്ക് കാണാം. ഈ എല്ലാ സഞ്ചാരികളും, വിദേശ സഞ്ചാരികളെ മാത്രമല്ല ഡൊമസ്റ്റിക് ആയ ആളുകളുണ്ട്. ഹാലോങ് ബേയിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രൂയിസുകളാണ് ഈ കിടക്കുന്നത്. ഇതിൽ നമ്മളുടെ ക്രൂയിസും ഉണ്ട്. ഇതാണ് നമുക്ക് പോകാനുള്ള ക്രൂയിസ്. വിയറ്റ്നാം ടൂറിസത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ല ഡെവലപ്മെൻ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞങ്ങൾ ബോട്ടിൽ കയറി അധികം വൈകാതെ ഞങ്ങൾക്ക് ലഞ്ച് കിട്ടി. ചെമ്മീനും ഓയിസ്റ്ററും ഒക്കെ വെറുതെ പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. സ്പൈസസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം. ബോട്ട് പോകുന്നതിനിടയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കുകയും ഒപ്പം ഞങ്ങളുടെ ഗ്രൂപ്പ് അംഗങ്ങളുടെ പാട്ട് ആസ്വദിക്കുകയും ചെയ്തു. ഞങ്ങൾ മലയാളികൾ ശരിക്കും ആസ്വദിച്ചുള്ള യാത്രയായിരുന്നു കേട്ടോ. ഹാർബറിൽ നിന്ന് കടലിലേക്കുള്ള യാത്ര ഹാർബറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഹാലോങ് ബേക്ക് ഏകദേശം 1553 കിലോമീറ്റർ വിസ്തീർണമുണ്ട്. അതുപോലെ വിവിധ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള ആയിരക്കണക്കിന് ചുണ്ണാമ്പുകളുടെ മൗണ്ടൻസ് ആണ് നമ്മളിവിടെ കാണുന്നത്. അതിൽ കൂടുതലായും കോണിക്കൽ ആകൃതിയിലാണ് കാണുന്നത് കേട്ടോ. 1994 യുനെസ്കോ ഇതിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. 2000 ആ പട്ടിക വീണ്ടും പുതുക്കിയിരുന്നു. 2012 ന്യൂ 7 വണ്ടേഴ്സ് ഫൗണ്ടേഷൻ ഔദ്യോഗികമായിട്ട് ഹാലോങ് ബേയെ പ്രകൃതിയുടെ പുതിയ 7 വണ്ടേഴ്സിൽ ഒന്നായി നാമകരണം ചെയ്തു. അതായത് ഇപ്പോൾ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് നമ്മളുടെ ഈ ഹാലോങ് ബേ. എത്ര കണ്ടിട്ടും മതി വരാത്ത അത്ര സൗന്ദര്യമാണ്. ഇവിടുത്തെ ബ്യൂട്ടി വേറെ ലെവലാണ്. നമ്മുടെ മനസ്സിൽ പതിഞ്ഞ സൗന്ദര്യം, പ്രകൃതി സൗന്ദര്യം ഫോണിൽ പകർത്തുന്ന തിരക്കിലാണ് എല്ലാവരും. ഈ പ്രകൃതി സ്നേഹം കാണാൻ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വിനോദസഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് കേട്ടോ.
ശരിക്കും ഒരു അത്ഭുത ലോകം തന്നെയാണ്. എത്ര കണ്ടിട്ടും മതി വരാത്ത, എത്ര പകർത്തിയിട്ടും തീരാത്ത ഒരാവേശമാണ്. ചുറ്റിനും എന്ത് മനോഹരമാണെന്ന് വർണ്ണിക്കാനാവാത്തതാണ്. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാകില്ല. ഇത് കിസ്സിംഗ് റോക്കാണ്. 2 ചുണ്ണാമ്പുകല്ലുകളുടെ പാറ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാണ് കിസ്സിംഗ് റോക്ക് എന്ന് പറയുക. ഹാലോങ് ബേയുടെ അടുത്ത സ്പോട്ടിൽ നമുക്ക് ഇറങ്ങാൻ സമയമായി. ഇവിടെ 2 ഓപ്ഷനാണ് നമുക്കുള്ളത്. ഒന്ന് ബാംബു ബോട്ടിങ്ങും ഒന്ന് കയാക്കിങ്ങും. കയാക്കിങ് 2 പേര് പോകുന്നതാണ്, അതെനിക്ക് പേടിയാണ്. അതുകൊണ്ട് ബാംബു ബോട്ടിംഗ് ആണ് തിരഞ്ഞെടുത്തത്. 4 പേർക്ക് ഇരിക്കാം. അതിൻ്റെ അകത്ത് അത് നമ്മളെ കൊണ്ടുപോകാൻ വിയറ്റ്നാമി ഉണ്ടാകും. ഞങ്ങൾ 3 പേരാണ് ഉണ്ടായിരുന്നത്. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഞങ്ങൾ റെഡി ആയിട്ടിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഇത് അവർ പാട്ടൊക്കെ പാടി ഞങ്ങളെ വളരെ സന്തോഷത്തോടെയാണ് കൊണ്ടുപോയത്. നമ്മൾ മലയാളികളല്ലേ, അവരുടെ കൂടെ പാടലും നല്ല രസമായിരുന്നു. Oh, dititara, dititei, ditei, dagadai. വേണം കൊടിതോരണങ്ങൾ വേണം വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ. ഉത്തരാടൻ കുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ വേണം കൂടൽ വേണം വേണം. Ditei, dagadai. പരുമാടി കുട്ടനിന്നു കണ്ടോ, മലകൾക്കടിയിലൂടെ ഒരു കേവ് റൂട്ടാണ് അടുത്ത സ്പോട്ടിലേക്ക്. ഈ ചുണ്ണാമ്പ് മലകളാൽ വലയപ്പെട്ട ഒരു വാട്ടർ ബോഡിയാണ് നമ്മൾ ചെല്ലുന്ന ഭാഗമല്ല. അങ്ങനെ കുറേ വാട്ടർ ബോഡീസ്. ചുണ്ണാമ്പ് കല്ലുകൊണ്ട് അതിര് കെട്ടിയ ഒരു കടലിൻ്റെ ഭാഗം. കയാക്കിങ് ചെയ്തു വരുന്ന 2 വിദേശികളാണ് വരുന്നത്. കേവ് റൂട്ട് കണ്ട ചുറ്റും ചുണ്ണാമ്പുകല്ലിൻ്റെ മലകളാണ്. അതിന് നടുക്ക് കടലിൻ്റെ ഒരു ഭാഗം. അതിശയകരമല്ലേ കാഴ്ച? നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് അടുക്കുകയാണ്. ഇവിടെ ഒരു സർപ്രൈസിങ് കേവ് നമുക്ക് കാണാനുണ്ട്. പ്രകൃതി തന്നെ ഉണ്ടാക്കിയ കേവുകൾ, ഈ മലകളുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഗുഹകളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്.
ഞങ്ങളുടെ ടൂർ മാനേജർ. അപ്പൊ അതിലൊരു കേവാണ് നമ്മൾ കാണുന്നത്. ഇവിടെ തന്നെ വേറൊരു കേവും കൂടി ഉണ്ട്. പിന്നെ നമ്മളൊക്കെ കേവ് കാണുന്നത് കാരണം സമയവും നടക്കാനുള്ള ഒരു കൊണ്ടൊക്കെ കേവ്. സക്കീർ ഭായി പറഞ്ഞതാണ് നമ്മൾ ഡോങ് തീൻ കങ്ങിലേക്ക് അതായത് സർപ്രൈസിങ് കേവിലേക്ക് നീങ്ങിയാണ്. മഞ്ഞപ്പൊടി പിടിച്ച് ഞങ്ങളുടെ ഗൈഡ് മുന്നേ പോയി, പുറകെ ഞങ്ങളും ആ വിസ്മയ ലോകത്തേക്ക് നീങ്ങുകയാണ്. ടിക്കറ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 50 സ്റ്റെപ്പുകളുണ്ട് മുകളിലേക്ക്. സീ ലെവലിൽ നിന്ന് 25 മീറ്റർ മുകളിലാണ് ഈ സർപ്രൈസിങ് കേവ്. എവിടെയും കാത്തുനിൽപ്പ് സജീവമാക്കി അശോകൻ സാറിന്റെ പാട്ട്. ഡോങ് തീ കങ്. തീ എന്ന് പറഞ്ഞാൽ സ്കൈ എന്നാണ്. തീ എന്ന് പറഞ്ഞാൽ സ്കൈ എന്നാണ് മീനിങ്. കങ് എന്ന് പറഞ്ഞാൽ പാരഡൈസ്. ദ സ്കൈ ഓഫ് പാരഡൈസ് എന്നാണ് ആക്ച്വലി ഇതിന്റെ പേര്. പാരഡൈസിന്റെ ആകാശം എന്നല്ല, എൻ്റെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ ശരിക്കും അവിസ്മരണീയമാണ് കാണാൻ. എൻ്റെ അമ്മേ, ദ പാലസ് ഓഫ് ഹെവൻ എന്നാണ് പറയേണ്ടത്. സ്വർഗത്തിലെ കൊട്ടാരം എന്ന് തന്നെയാണ് നമുക്കിതിനെ പറയേണ്ടത്. അമേസിങ്, ശരിക്കും അമേസിങ്. വേറൊരു ലോകത്തെത്തിയ പോലെയാണ്. ഇതിൻ്റെ ആംബിയൻസ് ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇതൊന്ന് കാണേണ്ടത് തന്നെയാണ്, അനുഭവിക്കേണ്ടത് തന്നെയാണ്. ഉള്ളിലേക്ക് പോകുന്തോറും നമ്മൾ കൂടുതൽ സർപ്രൈസ്ഡ് ആകുകയാണ്. അത്രമാത്രം വിവിഡാണ്. ഇതിൻ്റെ മുകളിൽ പാറകൾ ഇങ്ങനെ ഒലിച്ചു തൂങ്ങി നിൽക്കുന്ന ആ ചുണ്ണാമ്പ് കല്ലുകൾ തരുന്ന ഒരു അവിസ്മരണീയമായ നാച്ചുറൽ ബ്യൂട്ടി. അത് വർണ്ണിക്കാനാവില്ല. ഈ ചുണ്ണാമ്പുകൾ ഇങ്ങനെ ഒഴുകി നിൽക്കുന്നതിന് സ്റ്റാലാക്ടൈറ്റുകൾ എന്നാണ് പറയുക. ഈ സ്റ്റാലാക്ടൈറ്റ് എല്ലായിടത്തും, ഈ ഗുഹയിൽ എല്ലായിടത്തും ഇതിങ്ങനെ തൂങ്ങി നിൽക്കുക. എന്തൊരു ഭംഗിയാണെന്നോ, എന്ത് പറയാൻ വാക്കുകളില്ല എനിക്ക്. ഈ കേവിൻ്റെ സെൻറ്ററിലായിട്ട് 4 ഹ്യൂജ് മസ്കുലാർ പില്ലേഴ്സ് നിൽപ്പുണ്ട്. ഈ ഹെവൻ ഒരു സപ്പോർട്ട് കൊടുത്ത് നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്, ഈ കേവിന് സപ്പോർട്ട് കൊടുക്കുന്ന പോലെ. ശരിക്കും വ്യത്യസ്തമായ ഒരു ആർട്ട് മ്യൂസിയത്തിൽ കയറിയ പ്രതീതിയാണ് തോന്നുന്നത്. ഇത് പ്രകൃതി തന്നെത്താൻ ഉണ്ടായതാണ്, പ്രകൃതി നിർമ്മിച്ചതാണെന്ന് ഒട്ടും വിശ്വസിക്കാനാവില്ല. കണ്ടിട്ടും വിശ്വസിക്കാനാകാത്ത ഒരു വിസ്മയ ലോകം, അവർണ്ണനീയം. ശരിക്കും അവിശ്വസനീയമാണ്. കണ്ടാൽ അത് കണ്ടു തന്നെ അറിയണം, അത്ര അവിശ്വസനീയമാണിത്. നമ്മളിങ്ങനെ നടന്ന് അപ്പുറത്തെ സൈഡിലാണ് ഇറങ്ങുക. കയറിയ സൈഡിലല്ല ഇറങ്ങുക, അപ്പുറത്തെ സൈഡിലാണ് ചെന്നിറങ്ങുക. അവിടെ നമ്മുടെ ക്രൂയിസ് നമ്മളെ കാത്തു കിടപ്പുണ്ടാവും, നമ്മളെ കൊണ്ടുപോകാനായിട്ട്. നമ്മളുടെ യാത്ര കഴിയുന്നില്ല. നമ്മൾ പുറത്തിറങ്ങി
ഇവിടെ അടുത്തതേ ക്രൂയിസ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു എന്താണ് ഫോട്ടോഷൂട്ടിനുള്ള സ്ഥലമാണ്. നല്ല സൂപ്പർ ഏരിയയാണ്. അതും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കരുതിയാണ് ഞാൻ പോകുന്നത്. അവിടെ എൻ്റെ മക്കൾ സ്റ്റുഡൻസ് കാർത്തിക അനാമിക നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ അവരെ ശല്യം ചെയ്യാതെ ഞാൻ വേഗം മടങ്ങിയാണ്. ഈ മടക്കയാത്രയിൽ ഞങ്ങൾ കയറിയ ഒരു ഫർണിച്ചർ മാർട്ട് ഉണ്ട്. അത് നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും പൂർണ്ണമാകില്ല. അത്ര ബ്യൂട്ടിഫുൾ ആണ്, അത്ര അമേസിങ് ആണ്. ഈ വീഡിയോ ഒരു 2 മിനിറ്റ് നിങ്ങളിതൊന്ന് കാണുക. എത്ര രസകരമാണ്. കോടിക്കണക്കിന് രൂപയുടെ ഫർണിച്ചർ മാത്രമല്ല, ആഡംബരമായ ഡെക്കറേറ്റീവ് ഐറ്റംസും ശരിക്കും അമേസിങ് ആണ്. ഇവിടെ ഒരു പ്രത്യേകത കൂടി ഞാൻ കണ്ടു. ഇവിടുത്തെ സെയിൽസ് പേഴ്സൺസ് എല്ലാം മിക്കവരും തന്നെ ഹാൻഡിക്യാപ്ഡ് ആയിരുന്നു. ഒരുപക്ഷെ ഹാൻഡിക്യാപ്ഡ് ആയ ആളുകൾക്ക് എന്തെങ്കിലും പ്രിഫറൻസ് ഉള്ള ഒരു കടയായിരിക്കാം. എനിവേ, ഇതിന്റെ പേര് മിൻ ആൻഡ് ഫർണിച്ചർ മാർട്ട് എന്നാണ്. ശരിക്കും അമേസിങ് അല്ലേ? എൻ്റെ വീഡിയോ ഇഷ്ടമായി എങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോസ്. കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അമേസിങ് അല്ലേ കാഴ്ചകളെല്ലാം?